അധികാരത്തിന് വഴങ്ങിക്കൊടുക്കുന്ന കൂട്ടുകാരോട് കുട്ടിയായിരിക്കുമ്പോഴും മുതിർന്നപ്പോഴും പപ്പു പറയുന്നൊരു വാക്യമുണ്ട്. നീയൊക്കെ പട്ടികളാടാ. എരലവ ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യൻ, ഒരു വണ്ടി, രണ്ട് കൈകൾ, ഒരിക്കലും കീഴടങ്ങാത്ത ഒരു മനസ്സ്. അത്രയുമാണ് ഈ സിനിമയുടെ ആകെ മൂലധനം. ആ മനുഷ്യന് പ്രണയമില്ല, കാമുകിയില്ല, പാട്ടുപാടി മരത്തിനു ചുറ്റും ഓടുന്നില്ല. അയാൾക്ക് ജയിക്കാൻ ഒരു വില്ലനില്ല, അവസാനം ചിരിക്കാൻ ഒരു ശുഭപര്യാവസാനവുമില്ല. എന്നിട്ടും 1965 ഈ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞിട്ട് എന്തുകൊണ്ട്? അതാണ് ഇന്നത്തെ ചിത്രകൂടത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. 1965 മാർച്ച് 5 ഓടയിൽ നിന്ന് പുറത്തിറങ്ങിയത്. പി കേശവദേവിന്റെ പ്രശസ്തമായ നോവലിൽ നിന്നും KS സേതുമാധവൻ വരച്ചെടുത്ത ചിത്രം. ഉജ്ജ്വല ശില്പമായി സത്യന്റെ പപ്പു. 20 മിനിറ്റ് എരലവയുടെ കൂടെ ഉണ്ടാകും. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊരു കണ്ടെത്തലാകും, കണ്ടവർക്ക് ഒരു തിരിച്ചുപോക്കും. ഒരു സിനിമ മനസ്സിലാക്കണമെങ്കിൽ അത് പിറന്ന കാലം കൂടി മനസ്സിലാക്കണം. 1965 കേരളം അസ്വസ്ഥമായ നാടായിരുന്നു. സംസ്ഥാനം രൂപീകരിച്ചിട്ട് 9 വർഷം. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരും വിമോചന സമരവും കഴിഞ്ഞു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. ഈ സിനിമ റിലീസ് ചെയ്ത അതേ ദിവസങ്ങളിൽ 1965 മാർച്ച് ആദ്യവാരം കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോവുകയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. സഭ കൂടിയത് പോലുമില്ല. അതേ മാർച്ച് അവസാനം കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു. 1967 വരെ അത് തുടർന്നു. അതായത് ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ കേരളത്തിന് ഒരു സർക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ഭൂപരിഷ്കരണം അപ്പോഴും പൂർത്തിയായിട്ടില്ല. കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളിലും ആലപ്പുഴയിലെ കയർ ഫാക്ടറികളിലും തൊഴിലാളി സമരങ്ങൾ പതിവായിരുന്നു. സ്കൂളുകളിൽ ജാതി വിവേചനം നിയമപരമായി ഇല്ലായിരുന്നുവെങ്കിലും അനുഭവത്തിലുണ്ടായിരുന്നു. ക്ഷയരോഗം അപ്പോഴും ഒരു മരണ വാറണ്ടായിരുന്നു. ഈ കേരളത്തിലേക്കാണ് പപ്പു എന്ന റിക്ഷാവലിക്കാരൻ വണ്ടിയുമായി കയറി വരുന്നത്. പി കേശവദേവ് നോവലിസ്റ്റ്, കഥാകൃത്ത്, നാടകകൃത്ത്. അതിനെല്ലാം മുമ്പ് കേശവദേവ് ഒരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്നു. മലയാള നോവലിന് ഒരു പുതിയ ജനാധിപത്യ ബോധം കൊടുത്ത ആളാണ് ദേവ്. അതുവരെ നമ്മുടെ നോവലുകളിലെ നായകന്മാർ തറവാട്ടുകാരും വക്കീലന്മാരും കോളേജ് വിദ്യാർത്ഥികളുമായിരുന്നു. ദേവ് ചെയ്തത് ഒരു ലളിതമായ കാര്യമാണ്. ഒരു റിക്ഷാവലിക്കാരനെ നോവലിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഓടയിൽ നിന്ന് എന്ന ആ നോവൽ പുറത്തു വരുന്നത് 1942 ചില രേഖകളിൽ 1940 എന്നും കാണാം. പേര് തന്നെ ഒരു പ്രഖ്യാപനമാണ്. ഓട, നാട്ടിലെ ഏറ്റവും അഴുക്കുള്ള ഇടം, അവിടെ നിന്ന്. ആ പേരിന് രണ്ട് അർത്ഥമുണ്ട്. പപ്പു എന്ന മനുഷ്യൻ സമൂഹത്തിൻ്റെ ഓടയിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അതേസമയം അയാൾ ഒരു കുഞ്ഞിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഓടയിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യുന്നു. ഒരു തലക്കെട്ടിൽ ഇത്ര ഭംഗിയായി ഇമേജറിയും യാഥാർത്ഥ്യവും ചേർത്ത് വെച്ച എത്ര മലയാള കൃതികളുണ്ട്. കൗതുകകരമായ ഒരു കാര്യം പറയട്ടെ. സംവിധായകൻ KS സേതുമാധവൻ ഈ കഥ ആദ്യം വായിക്കുന്നത് മലയാളത്തിലല്ല, നോവലിൻ്റെ തമിഴ് പരിഭാഷയിലാണ്. അത് വായിച്ചാണ് അദ്ദേഹം ഈ കഥയിൽ ആകൃഷ്ടനാകുന്നതും ഇത് സിനിമയാക്കണമെന്ന് ഉറപ്പിക്കുന്നത്. ഒരു മലയാളി സംവിധായകൻ ഒരു മലയാള നോവൽ ഒരു തമിഴ് പരിഭാഷയിലൂടെ കണ്ടെത്തുന്നു. ഭാഷകൾ തമ്മിലുള്ള ആ കൈമാറ്റം തന്നെ ഒരു കഥയാണ്. തിരുമുരുകൻ പിക്ചേഴ്സ് എന്ന ബാനറിലാണ് നിർമ്മാണം. നിർമ്മാതാക്കളായി MV ആനന്ദ്, P രംഗരാജ് എന്നീ പേരുകളാണ് ചലച്ചിത്ര ഡേറ്റാബേസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിതരണം തിരുമേനി പിക്ചേഴ്സ്. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. 1953 ബിമൽ റോയിയുടെ ദോ ഭീഗ സമീൻ എന്ന ഹിന്ദി ചിത്രം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.
അതിലെ നായകനും ഒരു റിക്ഷാവലിക്കാരനായിരുന്നു. ഈ വിജയം ഈ നോവൽ സിനിമയാക്കാനുള്ള ധൈര്യം നിർമ്മാതാക്കൾക്ക് കൊടുത്തിരിക്കാമെന്ന് ചലച്ചിത്ര ചരിത്രകാരനായ ബി വിജയകുമാർ നിരീക്ഷിക്കുന്നു. കഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിലാണ്. പപ്പു ഒരു കുട്ടിയാണ്, പക്ഷേ ഉള്ളിൽ ഒരു തീയുണ്ട്. സ്കൂളിൽ ജന്മിയുടെ മകനോട് ഒരു നീതിയും മറ്റു കുട്ടികളോട് വേറൊരു നീതിയും കാണിക്കുന്ന അധ്യാപകനെ അവൻ ചോദ്യം ചെയ്യുന്നു. ജന്മിയോട് കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല. നീ ശബ്ദം ഉണ്ടാക്കില്ലടാ. അടിക്കരുത്, ഇനി ആരെയും അടിക്കരുത്. ഇനി അടിക്കരുതെന്നാ പറഞ്ഞത്. ആ കുട്ടി ജന്മിത്തമ്പരാന്റെ മോനായത് കൊണ്ടല്ലേ സാർ അടിക്കാത്തത്? നീ ആരാ അത് ചോദിക്കാൻ? എന്നെ തൊട്ടുപോയാൽ ഇവിടെ പക്ഷാഭേദമുണ്ട്, പക്ഷാഭേദം. നമ്മൾ ആരും ഇവിടെ പഠിക്കരുത്. എന്റെ കൂടെ ഇറങ്ങി വരും. നിങ്ങളെല്ലാം പട്ടികളാണടാ, പട്ടികൾ. ആ ധിക്കാരത്തിന്റെ വില അവൻ കൊടുക്കേണ്ടി വരുന്നു. വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു. പപ്പു എത്തിച്ചേരുന്നത് കൊല്ലത്താണ്. അവിടെ കിട്ടുന്ന പണികളെല്ലാം ചെയ്യുന്നു. പക്ഷേ എവിടെയും ഒരേ കഥ. മുതലാളിയുടെ ചൂഷണം, തൊഴിലാളിയുടെ നിസ്സഹായത. തലകുനിക്കാൻ പപ്പുവിനറിയില്ല. ഒടുവിൽ ജയിലിലും പോകേണ്ടി വരുന്നു. പുറത്തിറങ്ങിയ അയാൾ ഒരു തീരുമാനമെടുക്കുന്നു. ആർക്കും കീഴിൽ പണിയെടുക്കില്ല. ഒരു റിക്ഷ സ്വന്തം വാടകയ്ക്കെടുത്ത് സ്വയം അധ്വാനിക്കുന്നു. സ്വന്തം അന്നം. പിന്നീട് ഒരു സ്വന്തം റിക്ഷ എന്ന സ്വപ്നത്തിലേക്ക് അയാൾ എത്തുന്നു. അതിന് ചായക്കടക്കാരൻ, കൂട്ടുകാരൻ, കുറുപ്പ് നിമിത്തമാകുന്നു. ഒരു ദിവസം തിരക്കുള്ള ഒരു തെരുവ്. പപ്പുവിൻ്റെ റിക്ഷ അറിയാതെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവൾ ഓടയിലേക്ക് വീഴുന്നു. ലക്ഷ്മി. പപ്പു അവളെ കോരിയെടുക്കുന്നു. അവിടെ നിന്നാണ് ഈ സിനിമ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. കുഞ്ഞിന് അടിപെട്ടോ? പോട്ടെ, ഞാൻ എല്ലാം മേടിച്ചത്. അരിയും ഉപ്പും മുളകും എല്ലാം. തല്ലത്തില്ല, എല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. ട്രെയിൻ ഇപ്പൊ പോകും. ലക്ഷ്മിക്ക് അച്ഛനില്ല. അമ്മ കല്യാണി ഒരു വിധവയാണ്. അവർക്ക് ആരുമില്ല. പപ്പു ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നു. ലക്ഷ്മി അയാളെ അമ്മാവ എന്ന് വിളിക്കുന്നു. പിന്നീടുള്ള വർഷങ്ങൾ ഒരൊറ്റ പ്രവൃത്തിയുടെ ആവർത്തനമാണ്. വലിക്കുക, വലിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷ്മിയെ പഠിപ്പിക്കാൻ, അവൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ സ്വന്തം ശരീരം അയാൾ മറന്നു. ചുമ വന്നു, ക്ഷയരോഗം വന്നു. ലക്ഷ്മി വളർന്നു, കോളേജിലെത്തി. വളർച്ചയ്ക്കൊപ്പം മറ്റൊന്നുകൂടി വളർന്നു. അവൾക്ക് പപ്പുവിനോട് ഒരകലം. ഇതാണ് സിനിമയുടെ ഏറ്റവും ക്രൂരമായ സത്യം. ഒരു റിക്ഷാവലിക്കാരൻ, ഒരു ചുമക്കുന്ന വൃദ്ധൻ. കൂട്ടുകാരുടെ മുന്നിൽ അയാളെ എങ്ങനെ അമ്മാവനെന്ന് പരിചയപ്പെടുത്തും? ഗോപി എന്ന സമ്പന്നനായ ചെറുപ്പക്കാരൻ ലക്ഷ്മിയെ വിവാഹം ചെയ്യുന്നു. പുതിയ വീട്, പുതിയ ജീവിതം. അവിടേക്ക് പപ്പുവിനെ ലക്ഷ്മിയും അമ്മയും ഗോപിയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അവരുടെ സൗഭാഗ്യങ്ങളിലേക്ക് പപ്പുവിന് ഇടമില്ല എന്ന് അയാൾ സ്വയം നിർണയിക്കുന്നു. ഞാൻ അവരൊക്കെ അയച്ചിട്ട് ഇപ്പൊ വന്നേ. പക്ഷേ പപ്പു ആ വീട്ടിലേക്ക് വരുന്നില്ല. സിനിമ അവസാനിക്കുന്നത് അയാൾ ഇരുട്ടിലേക്ക് നടന്നു പോകുന്നിടത്താണ്. ആ ഇരുട്ടിൽ നിന്ന് അയാളുടെ ചുമ കേൾക്കാം. അത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ തൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് നടന്നടക്കുകയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും ധീരമായ അവസാനങ്ങളിൽ ഒന്ന്. തിരക്കഥയും സംഭാഷണവും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കഥ കേശവദേവ്,
തിരക്കഥ കേശവദേവ്, സംഭാഷണം കേശവദേവ്, മൂന്നും ഒരാൾ തന്നെ. ഇന്നത്തെ കാലത്ത് ഇത് അപൂർവമാണ്. നോവലിസ്റ്റ് നോവൽ കൊടുക്കുന്നു, തിരക്കഥാകൃത്ത് അത് വേറൊരു രൂപത്തിലാക്കുന്നു. അതാണ് പതിവ്. ഇവിടെ എഴുത്തുകാരൻ തൻ്റെ കൃതിയെ സ്വയം സിനിമയിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഗുണം ഏറ്റവും തെളിഞ്ഞു കാണുന്നത് സംഭാഷണങ്ങളിലാണ്. ചലച്ചിത്ര നിരൂപകർ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ഡയലോഗുകളാണ്. അവ അലങ്കാരപ്പണികളില്ലാത്തതാണ്. തൊഴിലാളിയുടെ വായിൽ കവിത തിരുകാൻ ദേവ് ശ്രമിക്കുന്നില്ല. പപ്പു സംസാരിക്കുന്നത് പപ്പുവിനെ പോലെയാണ്. ആ പരുപരുത്ത യാഥാർത്ഥ്യ ബോധമാണ് ഈ സിനിമയെ 60 വർഷം കഴിഞ്ഞിട്ടും ജീവനോടെ നിർത്തുന്നത്. ജ്ഞാനസുന്ദരിയിൽ സംവിധാനം തുടങ്ങിയ KS സേതുമാധവൻ പിന്നീട് മലയാള സിനിമയുടെ ഏറ്റവും വിശ്വസ്തനായ ശില്പികളിൽ ഒരാളായി മാറി. അടിമകൾ, കരകാണാക്കടൽ, അച്ഛനും ബാപ്പയും, പണിതീരാത്ത വീട്, ഓപ്പോൾ, അങ്ങനെ 59 സിനിമകൾ മലയാളത്തിന് നൽകി. ആദ്യകാലത്തെ 9ാമത്തെ സിനിമയാണ് ഓടയിൽ നിന്ന്. 1965 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരം. 2ാമത്തെ മികച്ച ചിത്രത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ഈ ചിത്രത്തിൽ ലഭിച്ചു. ഒരു കാര്യം ഓർക്കണം, അതേ വർഷമാണ് ചെമ്മീൻ ഇറങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സ്വർണ്ണകമലം ചെമ്മീന് കിട്ടിയ വർഷം. ആ വലിയ നിഴലിനടിയിലാണ് ഓടയിൽ നിന്ന് അതിജീവിച്ചത്. ഏറ്റവും നല്ല 2 ചിത്രങ്ങളും മലയാളത്തിൽ നിന്ന്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ എത്ര വലുതായിരുന്നു എന്നോർത്ത് നോക്കൂ. ഛായാഗ്രഹണം P. രാമസ്വാമി. കറുപ്പും വെളുപ്പും മാത്രമുള്ള ഒരു ലോകം. ഇവിടെ ക്യാമറ അഭ്യാസങ്ങൾ കാണിക്കുന്നില്ല. അതിൻ്റെ ജോലി ലളിതമാണ്. ഈ മനുഷ്യൻ്റെ മുഖം നമുക്ക് കാണിച്ചു തരിക. തെരുവ്, വിയർപ്പ്, ക്ഷീണം. ചില രേഖകളിൽ രാമസ്വാമി നിർമ്മാതാവായും കാണുന്നുണ്ട്. ക്യാമറ അദ്ദേഹത്തിൻ്റെ തന്നെ. എഡിറ്റിംഗ് A. തങ്കരാജും M. ജഗന്നാഥും. ഒരു ജീവിതം മുഴുവൻ, ബാല്യം മുതൽ അവസാന ചുമ വരെ 2.25 മണിക്കൂറിനുള്ളിൽ ഒതുക്കണം. കാലം കടന്നു പോകുന്നത് പ്രേക്ഷകനെ മുഷിപ്പിക്കാതെ കാണിക്കുക എന്നത് ചെറിയ പണിയല്ല. ഇന്ന് ഒരു ടൈം ലാപ്സ് മൊണ്ടാഷ് കൊണ്ട് ചെയ്യുന്ന കാര്യം അന്ന് ചെയ്യേണ്ടിയിരുന്നത് കത്രികയും ക്ഷമയും കൊണ്ടാണ്. കലാസംവിധാനത്തിൽ ഒരു പേരുണ്ട്: PN മേനോൻ. RBS മണിക്കൊപ്പം. 5 വർഷം കഴിഞ്ഞ് ഇതേ PN മേനോനാണ് ഓളവും തീരവും സംവിധാനം ചെയ്ത് മലയാള സിനിമയെ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ അദ്ദേഹം സെറ്റ് ഒരുക്കുകയായിരുന്നു. ഒരു കാര്യം കൂടി, ഈ സിനിമ ചിത്രീകരിച്ചത് പ്രധാനമായും മദ്രാസിലെ സ്റ്റുഡിയോകളിലാണ്. വീനസ്, ന്യൂട്ടൺ ലാബ്, AVM. അക്കാലത്ത് മലയാള സിനിമയ്ക്ക് കേരളത്തിൽ വേണ്ടത്ര സാങ്കേതിക സൗകര്യമില്ലായിരുന്നു. അഭിനേതാക്കൾ: സത്യൻ. തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. പപ്പു. ഇവിടെ ഒരു കണക്ക് പറയട്ടെ. 1912 ജനിച്ച സത്യന് ഈ സിനിമ ഇറങ്ങുമ്പോൾ 52 വയസ്സാണ്. അതിനു മുമ്പും അദ്ദേഹം ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു ആലപ്പുഴയിൽ. ആ ജീവിതാനുഭവം ഈ വേഷത്തിൽ കാണാം. സത്യൻ പപ്പുവിനെ അഭിനയിക്കുകയല്ല, അയാളായി നിൽക്കുകയാണ്. ചുമലിൻ്റെ ഒരു ചരിവ്, കണ്ണിലെ ഒരു ദൃഢത, ചുമയിലൊളിപ്പിച്ച ഒരു ക്ഷീണം. റിക്ഷയുമായി സിനിമയിൽ മുഴുവൻ സത്യൻ ഓടുകയാണ്. ഒരു റേസിംഗ് ഹീറോ ഓടുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് ആ ഓട്ടം. റിക്ഷ എടുക്കുമ്പോൾ ദീർഘദൂര ഓട്ടത്തിനൊരുങ്ങി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഓട്ടക്കാരനെ പോലെയും, യാത്ര അവസാനിപ്പിക്കുമ്പോൾ സ്വന്തം കാല് തന്നെ ബ്രേക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ശരീരത്തിൻ്റെ നിൽപ്പുണ്ടല്ലോ, അത് ഇവിടുള്ള ഒരു മഹാനടനും ഒരു കാലത്തും ചെയ്യില്ല എന്ന ഉറപ്പ് സത്യൻ്റെ പപ്പുവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകും. ശരീരം കൊണ്ട് കഥാപാത്രത്തിൻ്റെ ആത്മാവിനെ ആവിഷ്കരിക്കുന്ന സത്യൻ്റെ മുന്നിൽ യരലവ ശിരസ് നമിക്കുന്നു. പപ്പു ക്ഷയരോഗിയായി മാറുമ്പോഴും കരുത്തനായ സത്യൻ ശരീരം കൊണ്ട് പപ്പുവിൻ്റെ ദുർബലതകളെ ഏറ്റെടുക്കുന്നു. ഒരു അഭിനേതാവ് ഏറ്റവും കുറച്ച് ആക്ഷനിലൂടെ ഇത്രയും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അപൂർവ അനുഭവമാണ്. പ്രേം നസീർ ഗോപിയായി. ലക്ഷ്മി. നല്ലവനും ആദർശശാലിയുമായ യുവാവ്. അക്കാലത്ത് ഏറ്റവും വലിയ താരം ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമല്ല. നായകൻ ഒരു റിക്ഷാവലിക്കാരനാണ്. നസീർ അതിന് ചുറ്റും നിൽക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പിന്നിലേക്ക് മാറി നിൽക്കാൻ സമ്മതിക്കുന്നത് ഇന്ന്
സങ്കല്പിക്കാനാകുമോ? KR വിജയ ലക്ഷ്മിയായി. കുഞ്ഞിഞ്ഞു വാ. കട്ടിലേരി 1948 ജനിച്ച അവർക്ക് അപ്പോൾ 16 വയസ്സ്. തൃശ്ശൂർക്കാരിയായ തമിഴിൽ വളർന്ന ഈ നടിയുടെ ആദ്യകാല മലയാള ചിത്രങ്ങളിൽ ഒന്നാണിത്. ലക്ഷ്മിയുടെ വേഷം എളുപ്പമല്ല. കാരണം അവൾ പ്രേക്ഷകൻ്റെ ഇഷ്ടം നഷ്ടപ്പെടുത്തേണ്ട ഒരു കഥാപാത്രമാണ്. ഇന്നത്തെ സിനിമയിൽ അത് ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടില്ല. കവിയൂർ പൊന്നമ്മ കല്യാണിയായി. അമ്മാവനും ചോറ് കൊടുക്കണം. നമ്മൾ ചോറ് കൊടുത്താൽ ഒന്നും അമ്മോളെ. ഞാൻ പറഞ്ഞാൽ അമ്മാവൻ ഉണ്ണും. പിന്നെ എന്റെ മോള് പോയി കൊടുക്കുന്നു. അമ്മാവൻ വന്നു അമ്മേ. വിധവയായ അമ്മ. 1945 സെപ്റ്റംബറിൽ ജനിച്ച അവർക്ക് അപ്പോൾ 19 വയസ്സ് മാത്രം. 19 വയസ്സുകാരി ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ അമ്മയായി അഭിനയിക്കുന്നു. മലയാള സിനിമയുടെ എക്കാലത്തെയും അമ്മ എന്ന വിശേഷണത്തിലേക്കുള്ള അവരുടെ യാത്ര അപ്പോഴേ തുടങ്ങിയിരുന്നു. അടൂർ ഭാസി പലിശക്കാരൻ മുതലാളിയായി. ഇത് കേട്ടോടാ, ഒരു മുതലാളിയുടെയും കുടുംബത്തിൽ. തിക്കുറിശി സുകുമാരൻ നായർ പപ്പുവിൻ്റെ ഏറ്റവും നല്ല ഗുണകാംക്ഷിയായ സുഹൃത്തും ചായക്കടക്കാരനുമായി. പപ്പു, എങ്ങനെ നിനക്ക് ജോലി ഇഷ്ടപ്പെട്ട? ഇത്രയും സുഖമുള്ള ജോലിയുണ്ടോ? ജോലി ചെയ്യണം, കൂലി വാങ്ങണം. ഒരു വഴക്കില്ല, വയ്യാവേലിയില്ല, ഒന്നുമില്ല. റിക്ഷയുടെ വാടകയെല്ലാം കൊടുത്തോ? അത് കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. SP പിള്ള ഒരു റിക്ഷാ തൊഴിലാളിയായി. നമ്മുടെ പലിശ മെഴുകി പാതാളം പോലുമില്ലേ, അവനെ നമുക്ക് ഇരുത്തിരുത്തണം. അതിന് ഇയാളെന്തോ ചെയ്യാനാ? അതെല്ലാം ഒരു വേല വെച്ചിട്ടുണ്ട്. അടൂർ പങ്കജം, അടൂർ ഭവാനി, മണവാളൻ ജോസഫ്, കാലായ്ക്കൽ കുമാരൻ, CO ആൻഡ്. അക്കാലത്തെ മലയാള സിനിമയുടെ മുഖങ്ങൾ മുഴുവൻ ഇവിടെയുണ്ട്. ബാലതാരങ്ങളിൽ ബേബി പത്മിനി കുഞ്ഞുലക്ഷ്മിയായി. ലക്ഷ്മി നാളെ വരുമോ? ഇനി എന്നെ ഒറ്റിയിടാനല്ലേ. ശോഭ കൗമാരക്കാരിയായ ലക്ഷ്മിയായി. നാളെ ഫീസ് കൊടുക്കണം. നാളെ? അതെ, നാളെ കൊടുത്തില്ലെങ്കിൽ. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു അടിക്കുറിപ്പ്. ജന്മിയുടെ പേടിത്തൊണ്ടനായ മകനായി ഒരു 6 വയസ്സുകാരൻ അഭിനയിച്ചു. എന്നിട്ട് നിന്റെ മോൻ പറയുന്നു എന്റെ മോനെ തല്ലണം. ഞാൻ പണം ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിക്കൂടത്തിന്റെ എന്റെ ശമ്പളക്കാരനായ അധ്യാപകൻ എന്റെ മോനെ തല്ലണം. ആ കുട്ടിയുടെ പേര് സുരേഷ് ഗോപി. മലയാള സിനിമയിലെ ആ ദീർഘമായ കരിയർ തുടങ്ങുന്നത് ഇവിടെയാണ്. പപ്പുവിനെ വീട് വിട്ടോടാൻ പരോക്ഷമായി കാരണക്കാരനാകുന്ന കഥാപാത്രം. ഗാനങ്ങൾ വയലാറും ദേവരാജനും. 7 ഗാനങ്ങൾ. എല്ലാം വയലാർ രാമവർമ്മ എഴുതി, G ദേവരാജൻ ഈണമിട്ടവ. മലയാള ഗാനശാഖയുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കൂട്ടുകെട്ട്. ഓടയിൽ നിന്ന് എന്ന സിനിമയുടെ ഓരോ കഥാസന്ദർഭത്തോടും അടർത്തി മാറ്റാൻ കഴിയാത്ത വിധം ഈ പാട്ടുകൾ ചേർന്ന് നിൽക്കുന്നു. അമ്പലക്കുളങ്ങരെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. പി ലീലയുടെ ശബ്ദത്തിൽ യദുകുല കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനത്തിൽ മൃദംഗം വായിച്ചത് ഗുരുവായൂർ ദൊരയാണ്. കർണാടക സംഗീത ലോകത്തെ വലിയ പേരുകളിലൊന്ന്. ഒരു സിനിമാ ഗാനത്തിന് അത്ര ഗൗരവമുള്ള അകമ്പടി. മുറ്റത്തെ മുല്ലയിൽ S ജാനകി പാടിയത്. ഈ പാട്ടിന് ഒരു ശോകരൂപം കൂടിയുണ്ട്. P സുശീലയുടെയും ജാനകിയുടെയും ശബ്ദങ്ങളിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നു. മുറ്റത്തെ മുല്ലയിൽ P സുശീല പാടിയ ദുഃഖഗാനം. ഒരേ ഈണം, 2 ഭാവം. കഥ പുരോഗമിക്കുമ്പോൾ സന്തോഷം ദുഃഖമായി മാറുന്നത് സംഗീതത്തിലൂടെ പറയുന്ന ഈ രീതി
അക്കാലത്തെ മലയാള സിനിമ ഭംഗിയായി ഉപയോഗിച്ചിരുന്നു. കാറ്റിൽ ഇളം കാറ്റിൽ പി സുശീല പാടിയത്. ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. രേണുകയാണ് ഈ ബാല്യകൗതുകത്തിൻ്റെ ഗാനം പാടിയത്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എന്ന ഗാനം. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും? അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും? അമ്മിണി താരക കുഞ്ഞിന്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പ വരും? വണ്ടിക്കാര 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 വഴിവിളക്ക് തെളിഞ്ഞു, സ്വപ്നം കണ്ടു നടക്കും നീയൊരു സ്വാഗതഗാനം കേട്ടു. KJ യേശുദാസ്. അന്ന് യേശുദാസിന് 25 വയസ്സ്. ഗാനഗന്ധർവനാകാനുള്ള യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. ഓ റിക്ഷാവാല സിനിമയുടെ ജീവിത പശ്ചാത്തലം വരച്ചിടുന്ന ഗാനം. ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, അയ്യാ ഓ റിക്ഷാവാല, ഓ റിക്ഷാവാല, അയ്യാ ഓ റിക്ഷാവാല. മെഹബൂബും വിദ്യാധരനും ചേർന്ന് പാടിയത്. മെഹബൂബിൻ്റെ ശബ്ദം എന്ന് കേട്ടാൽ മലയാളിക്ക് ഓർമ്മ വരുന്നത് തെരുവിൻ്റെ പരുവരിപ്പാണ്. റിക്ഷാവലിക്കാരനെ കുറിച്ചുള്ള പാട്ടിന് അതിലും ചേരുന്ന ഒരു ശബ്ദമില്ല. മാനത്ത് ദൈവമില്ല. മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണു ദൈവം. മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല. ഏറ്റവും ധീരമായ ഒന്ന്, മാനത്ത് ദൈവമില്ല. AM രാജ പാടിയത്. ആ തലക്കെട്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കൂ. ആകാശത്ത് ദൈവമില്ല. 1965 ഒരു ജനപ്രിയ വാണിജ്യ സിനിമയിൽ കുടുംബ പ്രേക്ഷകർ കാണാൻ വരുന്ന ഒരു ചിത്രത്തിൽ ഇങ്ങനെയൊരു വരി പാട്ടായി വരുന്നു. വയലാറിൻ്റെ മനുഷ്യകേന്ദ്രീകൃതമായ യുക്തിബോധമുള്ള കാവ്യലോകം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് ദൈവമില്ല എന്ന് പറയുന്ന ഒരു പാട്ട് ഒരു സിനിമയിൽ വരുമോ? വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ആലോചിക്കാൻ വിടുന്നു. ഈ സിനിമയിലെ അപൂർവതകൾ നോക്കാം. അറുപത് വർഷം കഴിഞ്ഞ് ഈ സിനിമ കാണുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നായകന് പ്രണയമില്ല. മലയാള സിനിമയിൽ നായകൻ നായിക എന്ന സങ്കല്പം ആദ്യമായി ഉടച്ചു വാർത്ത കഥയാണിതെന്ന് ചലച്ചിത്ര രേഖകൾ പറയുന്നു. ഇവിടെ നായകനും നായികയും തമ്മിലുള്ള ബന്ധം അച്ഛനും മകളും പോലെയാണ്. 2, 52കാരനായ ഒരു നടൻ കേന്ദ്ര കഥാപാത്രം. അക്കാലത്തെ ഏറ്റവും വലിയ താരം സഹവേഷത്തിൽ. 3, നായിക നന്ദി കെട്ടവളാകുന്നു. അവളെ ന്യായീകരിക്കാൻ സിനിമ ശ്രമിക്കുന്നില്ല, അതേസമയം അവളെ വെറുക്കാനും പറയുന്നില്ല. ആ സങ്കീർണത ഇന്നത്തെ തിരക്കഥകളിൽ വിരളമാണ്. 4, സന്തോഷത്തിലല്ല സിനിമ അവസാനിക്കുന്നത്. നായകൻ രോഗിയായി ഇരുട്ടിലേക്ക് നടന്നു പോകുന്നു. ഒരു നിർമ്മാതാവും ഇന്ന് ഇത് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. 5, നോവലിസ്റ്റ് തന്നെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നു. 6, ദൈവനിഷേധത്തിൻ്റെ സൂചനയുള്ള ഒരു ഗാനം ഒരു ജനപ്രിയ ചിത്രത്തിൽ. 7, ഏറ്റവും നിശബ്ദമായ അപൂർവത. ഈ സിനിമയിലെ വാഹനം, മനുഷ്യൻ വലിക്കുന്ന റിക്ഷ ഇന്ന് കേരളത്തിലെ ഒരു തെരുവിലുമില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ച നമ്മുടെ നാട് ഉപേക്ഷിച്ചു. എന്നാൽ ആ കാലത്ത് തന്നെ സൈക്കിൾ റിക്ഷ വരുമ്പോൾ മനുഷ്യൻ വലിക്കുന്ന റിക്ഷയെ ആളുകൾ ഉപേക്ഷിക്കുന്നത് കാണാം. ആ അർത്ഥത്തിൽ ഈ സിനിമ ഒരു കഥ മാത്രമല്ല, അപ്രത്യക്ഷമായ ഒരു തൊഴിലിൻ്റെ രേഖയാണ്. ഇല്ലാതായ ഒരു കേരളത്തിൻ്റെ ഫോട്ടോഗ്രാഫാണ്. ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. പപ്പു എന്തിനാണ് ആ വീട്ടിലേക്ക് കയറാതിരുന്നത്? ദേഷ്യം കൊണ്ടല്ല, പരിഭവം കൊണ്ടുമല്ല. അയാൾക്ക് ഒരു കാര്യം മാത്രമേ സ്വന്തമായുള്ളൂ, അയാളുടെ അഭിമാനം. അത് വിറ്റിട്ട് അയാൾക്ക് ഒരു സുഖവും വേണ്ട. കോടയിൽ നിന്ന് ഉയർന്നു വരുന്നൊരു മനുഷ്യൻ ഒടുവിൽ
ഒന്നും കയ്യിലില്ലാതെ തിരിച്ചു നടക്കുന്നു. പക്ഷേ തലകുനിക്കുന്നില്ല. പള്ളിക്കൂടം മുതൽ അവസാന ശ്വാസം വരെ. അതെ, ഒരു യഥാർത്ഥ റിബലിന് ഇങ്ങനെയേ ജീവിക്കാൻ കഴിയൂ. അധികാരത്തിന് വഴങ്ങിക്കൊടുക്കുന്ന കൂട്ടുകാരോട് കുട്ടിയായിരിക്കുമ്പോഴും മുതിർന്നപ്പോഴും പപ്പു പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താടാ എല്ലാരും അറിയാമോ? നിങ്ങളെല്ലാം പട്ടികളാണ് പട്ടികൾ. അതുകൊണ്ടാണ് 1942 എഴുതിയ ഒരു നോവലും 1965 ഇറങ്ങിയ ഒരു സിനിമയും 2026 നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത്. നല്ല കഥകൾ പഴകുന്നില്ല, അവ വീഞ്ഞു പോലെ വീര്യം കൂടുകയാണ്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പപ്പുവിൻ്റെ ആ അവസാന തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? കമൻറ്റിൽ എഴുതൂ. മറ്റൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുമായി ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും?